യുവതലമുറയെ വൈജ്ഞാനിക തൊഴിൽ രംഗങ്ങളിൽ മികവുള്ളവരാക്കാൻ ശൈശവകാലം മുതൽ രക്ഷിതാക്കളുടെ നിതാന്ത ശ്രദ്ധ അനിവാര്യമാണെന്ന് മുൻ DGP ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് അഭിപ്രായപ്പെട്ടു. മനീഷ മിഷന്റെ പ്രവർത്തന ഉദ്ഘാടനം വൈക്കത്ത് നിർവഹിച്ച് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. കുട്ടികൾ നെഗറ്റീവായ ലഹരികൾക്ക് അടിമപ്പെടാതിരിക്കാൻ അവരെ കായികരംഗം, സംഗീതം, ചിത്രരചന തുടങ്ങിയ പോസിറ്റീവായ ഇനങ്ങളിൽ ലഹരി കണ്ടെത്താൻ കുടുംബവും അധ്യാപകരും പ്രോത്സാഹിപ്പിക്കണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. അടുത്ത പ്രയത്നം ഉണ്ടാകും, അടിച്ച് പത്ത് കുട്ടികൾ കഴിഞ്ഞു പോകും. അപ്പം നെഗറ്റീവായ ലഹരിയിൽ നിന്ന് പോസിറ്റീവായ ലഹരികൾ തിരികണം. അപ്പോൾ മനുഷ്യ ഒരു 8-10 പോസിറ്റീവ് ലഹരികൾ കണ്ടെത്താം, കലാരൂപങ്ങൾ കണ്ടെത്താം, പഠിത്തത്തിൽ കണ്ടെത്താം, സ്കോളർഷിപ്പ് പരീക്ഷയിൽ കണ്ടെത്താം. അതിലൂടെ കുട്ടികളുടെ ശ്രദ്ധയിൽ തിരികണം. 13 ദിവസം 19 വയസ്സിലെ കുട്ടിക്ക് തെറ്റായ പ്രവർത്തനം കിട്ടിയില്ലെങ്കിൽ പിന്നെ കുട്ടി കുഴപ്പമുണ്ടാകാം, കുട്ടി രക്ഷോ. ഇത് വളരെ പ്രത്യേക ശ്രദ്ധിക്കണം. 20 വയസ്സുകാരി കുട്ടിക്ക് വളരെ പ്രത്യേകത കൂടി ശ്രദ്ധിക്കാവുന്ന കാര്യമാണ് വിവാഹം. അതിനെപ്പറ്റി ചില തെറ്റായ ധാരണകൾ മനീഷ മിഷൻ ചെയർമാൻ മോഹൻ ഡി ബാബു അധ്യക്ഷത വഹിച്ചു. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല അന്തർദേശീയ കേന്ദ്രം ഡയറക്ടർ ഡോക്ടർ ഹരീഷ് രാമനാഥൻ, PK ദിലീപ്, TV ഉദയഭാനു, ഡോക്ടർ K ഷഠാനന്ദൻ നായർ, B ഹരികൃഷ്ണൻ, നാഗേഷ് ബാബു, KV അനിൽകുമാർ എന്നിവർ പ്രസംഗിച്ചു. വിദ്യാർത്ഥികൾ, യുവാക്കൾ, രക്ഷിതാക്കൾ, വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ചവരടക്കം 100 കണക്കിന് പേർ സെമിനാറിൽ പങ്കെടുത്തു. എൻലൈറ്റ് ന്യൂസ്, വൈക്കം.